കഥ ഭർത്താവ് ഭാഗം 38. ശ്യാം സുന്ദറിൻ്റെ ബൈക്ക് ഇരമ്പി കുതിച്ചു പോകുന്നത് വിജയമ്മ മുൻവാതിൽ അല്പം തുറന്നു നോക്കിയിട്ട് ശശിധരനെ നോക്കി പറഞ്ഞു. അവൻ തന്നെയാ പോയത്. അതുങ്ങളെ വെട്ടിക്കൊന്നിട്ടാണോ പോയേക്കുന്നതെന്ന് ആര് കണ്ട്? അത്രയ്ക്കായിരുന്നല്ലോ ആ വീട്ടിലെ ബഹളം. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വേണ്ട. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്ന നേരത്തെങ്ങാനും ആ തെണ്ടി തിരിച്ചു വരുന്നതെങ്കിൽ പിന്നത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. ശശിധരൻ തനിക്ക് ചുറ്റിനും നിൽക്കുന്ന ഓരോരുത്തരെയും മാറി മാറി നോക്കി. അയൽ വീടുകളിൽ ഉള്ളവരൊക്കെ ബഹളം കേട്ട് വിജയമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ആർക്കും അവിടേക്ക് ചെന്ന് ശ്യാമിനെ തടയാനുള്ള ധൈര്യം പോരായിരുന്നു. അയൽക്കാരൊക്കെ തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് ശ്യാം കാണാനിടയായാൽ അവൻ തങ്ങൾക്കെതിരെ യുദ്ധത്തിന് നിൽക്കുമെന്ന് ഭയത്താൽ വിജയമ്മ അവരെയൊക്കെ വീട്ടിനുള്ളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാലും അതാണോ ശശിധര അതിൻ്റെ ഒരു ശരി? അവർ ഇത്രയും പേര് കൂടി നിലവിളിച്ചിട്ട് പോലും നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ലാതിരുന്നതേ നെറികേട. അവൻ പോയ സ്ഥിതിക്കെങ്കിലും നമ്മൾ അങ്ങോട്ടൊന്ന് ചെല്ലണ്ടേ? ഗിരിജമ്മയുടെ അതേ അഭിപ്രായമായിരുന്നു പനവല്ലിയിലെ ഗോമതിക്കും. എന്ത് നെറികേട്? നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരുന്നെങ്കിൽ അതിന് വ്യക്തമായ കാരണവുമുണ്ട്. അവൻ ആ പെങ്കൊച്ചിനെ കെട്ടി ഇവിടെ പൊറുതിക്ക് വരും മുമ്പ് നമ്മളെല്ലാം ഇവിടെ കഴിഞ്ഞിരുന്നതല്ലേ. അന്നിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആരെങ്കിലും വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ ആ വീട്ടിൽ എന്ത് അത്യാഹിതം നടന്നാലും മറ്റുള്ളവർ ഓടിച്ചെല്ലാൻ മടിച്ചു നിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരനാരാ? അവനല്ലേ, ആ ശ്യാമൻ. അവൻ്റെ കാര്യം നമുക്ക് വിട്ടുകളയാം. ശരി ചേട്ടാ, ആ പെങ്കൊച്ചുങ്ങളെ ഓർത്തെങ്കിലും നമുക്ക് പോയൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അതുങ്ങൾ നമ്മോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടത്? ഗോമതി അത്രയും പറഞ്ഞതോടെ ശശിധരൻ പിന്നെ മറുത്തൊന്നും പറയാൻ നിന്നില്ല. തമ്മിൽ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു സരോജിനിയമ്മയും മക്കളും. കൺമുമ്പിൽ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ജീവിതം ഛിന്ന ഭിന്നമായി കിടക്കുന്നത് കണ്ടിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല സുനിതയ്ക്ക്. വിവാഹാനന്തരം മുഖത്തെ പുഞ്ചിരിയും കണ്ണുകളുടെ ശോഭയും കെട്ടുപോയ ശ്രീലേഖയുടെ മുഖം കാണുമ്പോഴേക്ക് സുനിതയുടെ നെഞ്ചുപിടയും. ഇതാണ് ഓരോരുത്തർ പറയുന്ന സുഖദുഃഖ സമ്മിശ്രമായ കുടുംബജീവിതം. മോളെ, അവനെവിടെ ശ്രീകുട്ടൻ? അപ്പോഴാണ് സരോജിനിയമ്മ മകൻ്റെ കാര്യം ഓർക്കുന്നത്. അവർ അവിടെ ഇരുന്ന് ചുറ്റും നോക്കിക്കൊണ്ട് തിരക്കി. അവന് ശ്യാം സുന്ദർ ഉച്ചത്തിൽ സംസാരിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ പേടിയായതിനാൽ അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വരാറേയില്ല. അവൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ അമ്മേ. മുറിയിൽ കാണും, ഞാൻ നോക്കട്ടെ. പറഞ്ഞതിനൊപ്പം സുനിത എണീറ്റ് റൂമിൽ ചെന്ന് നോക്കിയെങ്കിലും അവനെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. അവൾ ചെന്ന് സരോജിനിയമ്മയുടെ റൂമിൽ നോക്കിയെങ്കിലും അവൻ അവിടെയുമില്ലായിരുന്നു. ശ്രീലേഖയുടെ റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്ന് അവൻ 2 തവണ അവൻ്റെ പേര് ചൊല്ലി വിളിച്ചു. അവിടെ നിന്നും യാതൊരു ശ്വാസനിശ്വാസവും കേൾക്കാഞ്ഞാൽ അവൾ അവിടെ നിന്നും തിരികെ പോന്നു. എന്തോ ഒരു സംശയം തോന്നിയിട്ട് സുനിത വീണ്ടും തങ്ങളുടെ റൂമിലേക്ക് ചെന്നു. അവിടെ ലൈറ്റ് കെടുത്തിയിട്ടിരിക്കുകയായിരുന്നു. സുനിത ലൈറ്റ് തെളിയിച്ചതും എവിടെ നിന്നോ ആരോ ഞെട്ടിപ്പിടഞ്ഞ് എന്നൊരു ശബ്ദമുണ്ടാക്കിയതുപോലെ അവൾക്ക് തോന്നി. മോനെ, നീ എവിടെയാടാ ശ്രീകുട്ട? അവൾ അവിടെ നിന്നും ചോദിച്ചു. നിർത്താതെയുള്ള ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഉറവിടം തൻ്റെ കട്ടിലിന് കീഴാണെന്ന് തോന്നിയപ്പോൾ സുനിത കുനിഞ്ഞ് നിലത്തേക്കിരുന്നു കട്ടിലിലേക്ക് നോക്കി. അവിടെ നിലത്തോട് പറ്റിച്ചേർന്ന് അവൻ കമഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെ അവൻ്റെ മുഖം വിറയ്ക്കുന്നത് കണ്ടപ്പോൾ സുനിതയ്ക്ക് ഭീതി തോന്നി. മോനെ, ഞാനാ മോനെ, നീ ഇറങ്ങി വാ. സുനിത കൈനീട്ടി അവൻ്റെ ഭുജത്തിൽ പിടിച്ചെങ്കിലും അവിടെ ഐസ് പോലെ മരവിച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. പൊക്കോ. അവൻ അവളുടെ കൈ തട്ടി മാറ്റി. അവൻ ഒരുപാട് ഭയപ്പെട്ടു പോയ മട്ടുണ്ടായിരുന്നു. സുനിത എണീറ്റ് കട്ടിൽ പുറത്തേക്ക് വലിച്ചു മാറ്റി. മുഖത്ത്
വെളിച്ചമടിച്ചതോടെ ശ്രീകുട്ടൻ ചാടി എണീറ്റ് മുറിയുടെ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടി. സുനിത കട്ടിലിൻ്റെ മറുവശത്തു കൂടി നടന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ശ്രീകുട്ടൻ ഇരുകൈകൊണ്ടും മുഖം പൊത്തി ഇരിക്കുകയായിരുന്നു. മോനെ കൈമാറ്റടാ, ചേച്ചിയാടാ ഇത്. നീ എന്തിനാ മോനെ ഇങ്ങനെ പേടിക്കുന്നത്? അവൾ അവൻ്റെ ശിരസിലും പുറത്തുമൊക്കെ ആശ്വാസപൂർവ്വം തഴുകിക്കൊടുത്തു. പതിയെ പതിയെ അവൻ്റെ പ്രതിഷേധം അഴിഞ്ഞു വന്നു. അല്പസമയം അവൾ അവനെ തൻ്റെ തോളിലേക്ക് ചായ്ച്ചിരുത്തി തഴുകി ആശ്വസിപ്പിച്ചു. വാ, എണീറ്റ് വാ, അയാളിവിടെ ഇല്ല, പോയി. അവൾ പറഞ്ഞത് വിശ്വസിക്കാതെ അവൻ അവിടെ ഇരുന്നും കൊണ്ട് വാതിലിലൂടെ പുറത്തെമ്പാടും ഒന്ന് നോക്കി. വാടാ, അമ്മയും ചേച്ചിയുമൊക്കെ എത്ര നേരമായി നിന്നെ നോക്കിയിരിക്കുകയാണെന്നോ? അവൾ അവനെ ബലമായി എണീപ്പിച്ചു തന്നോടൊപ്പം നടത്തിക്കൊണ്ട് പുറത്തേക്ക് ചെന്നു. സുനിത ശ്രീകുട്ടനെയും കൂട്ടി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് തോന്നി പുറത്ത് ഇരുട്ടിൽ ആരൊക്കെയോ നിൽപ്പുണ്ടെന്ന്. അവൾ അവിടെ നിന്നും കൊണ്ട് ആരാ എന്ന് ചോദിച്ചു. അതോടെ സരോജിനിയമ്മയും അവിടേക്ക് വന്നു. ഞങ്ങളാ കൊച്ച്, വിജയമ്മയുടെ കൂടെ വന്നവരും ഇരുട്ടത്ത് നിന്ന് അല്പം വെളിച്ചമുള്ള ഇടത്തേക്ക് മാറി നിന്നു. ഓ, നിങ്ങളായിരുന്നോ? ഇവിടെ ആരെങ്കിലും ചത്തോ എന്നറിയാൻ വന്നതാരായിരിക്കും അല്ലേ? എന്നാൽ എൻ്റെ വിജയമ്മേ, ഞാനും എൻ്റെ കൊച്ചുങ്ങളും ഇവിടെ കിടന്ന് ഇത്രയും നിലവിളിച്ചിട്ടും ആരെങ്കിലും ഒരെണ്ണം ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഇക്കണക്കിന് ഞങ്ങളെയെല്ലാം അവൻ ഇവിടെ ഇട്ട് കൊത്തിക്കീറിയാലും നിങ്ങളെല്ലാം ചെവിയിൽ പഞ്ഞിയും തിരികി കയറ്റി വീട്ടിലിരിക്കുകയല്ലാതെ ഒറ്റ എണ്ണം വരില്ലല്ലോ ഇങ്ങോട്ട്. പരിഭവവും സങ്കടവും ഒന്നായി അലിഞ്ഞു ചേർന്ന വാക്കുകളായിരുന്നു അത്. നിങ്ങളിങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ സരോജിനി. ആ നേരത്ത് ഇവിടെ വെച്ച് നിങ്ങളുടെ മരുമോൻ ഞങ്ങളിൽ ആരെങ്കിലും കണ്ടാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക്. അല്ലാതെ ഞങ്ങളാരും നിങ്ങളുടെ നിലവിളി കേട്ടിട്ട് മനഃപൂർവ്വം ഓടി വരാതിരുന്നതല്ല. ഞങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അത് മതി ശ്യാം ഞങ്ങൾക്ക് നേരെ തിരിയാൻ. ഞങ്ങളും മനുഷ്യരല്ലേ സരോജിനി. ഗോമതി മുമ്പോട്ട് വന്ന് ശ്രീലേഖ എവിടെയെന്ന് തിരക്കി. അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ വിധി ഇതായിപ്പോയി, അല്ലാതെ എന്തു പറയാനാ? വെറുതെ നിങ്ങൾ വിധിയെ പഴിക്കല്ലേ സരോജിനി ചേച്ചി. ആ പെങ്കൊച്ചി ഇനി എത്ര കാലം ഇതെല്ലാം സഹിച്ചാൽ പറ്റും? അതിൻ്റെ ജീവിതം തല്ലും ചവിട്ടും കൊണ്ട് പഴുത്തു കഴിയുമ്പോൾ അന്നേരം അതിനോട് പറഞ്ഞു കൊടുത്തോണം ഇത് വിധിയാണെന്ന്. ഇത് വിധിയും കുടച്ചക്രവും ഒന്നുമല്ല. ഈ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. എത്ര നാളായി ഞങ്ങൾ കാണുന്നതാ ഈ പെങ്കൊച്ച് കണ്ണീര് വീഴുന്നത്. അത് കണ്ടാൽ മറ്റുള്ളവർക്ക് സഹിക്കത്തില്ല. അവനെപ്പോലെ ഉശിരുള്ള ആണൊരുത്തൻ ഈ വീട്ടിൽ ഇവറ്റകളുടെ സഹോദരൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ നിങ്ങളെയിട്ട് തട്ടിക്കളിക്കുമായിരുന്നു. ശ്യാമിന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്ന്. ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും നിങ്ങൾ അമ്മയും മക്കളും സഹിച്ചോളുമെന്ന് അവനറിയാം. ശശിധരൻ്റെ വാക്കുകളിൽ ശ്യാമിനോടുള്ള രോഷം പുകയുന്നുണ്ടായിരുന്നു. ഇതുപോലൊരു കള്ളുകുടിയെ തന്നെ ശ്രീലേഖയുടെ തലയ്ക്ക് വെച്ച് കൊടുത്തല്ലോ എന്നോർക്കുമ്പോഴാ. ഇനി പറഞ്ഞിട്ടെന്താ, അതിൻ്റെ നെറുകയിൽ വരച്ചിരുന്നത് ഇതായിപ്പോയി. ഗിരിജയമ്മ താടിക്ക് കൈ കൊടുത്ത് ഒരേ നിപ്പ് നിന്നു. ഇതിങ്ങനെ തുടർന്നു പോകാനാണോ ചേച്ചി അവൻ്റെ ഭാവം? ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്നാൽ എങ്ങനെ? ശശിധരൻ സരോജിനിയമ്മയെ നോക്കി ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യാനാ ശശി? ശ്യാമിനെ പിടിച്ച് ഞങ്ങൾ ആരെയും സഹായിക്കാൻ പോലും വരത്തില്ല. ആരെങ്കിലും വന്നാൽ തന്നെ അവൻ പറയുന്നതൊന്നും അവൻ ചെവി കൊള്ളില്ലാനോ നിൽക്കില്ല. അവർ ഒരു നെടുവീർപ്പിട്ടു. നമ്മൾ പറഞ്ഞാലെല്ലാം അവന് വാക്കിന് പുല്ലുവില തരുന്നത്. പറയേണ്ടവർ പറഞ്ഞാൽ അവൻ നല്ല ഒന്നാന്തരം മര്യാദക്കാരനായി ആയിക്കൊള്ളും. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നാളെ രാവിലെ ശ്രീലേഖയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്ക്. അവർ വിളിച്ചു വരുത്തി അവന് വേണ്ട രീതിയിൽ ക്ലാസ് കൊടുത്തോളൂ. പിന്നെ അവൻ നിങ്ങളോട് ഒരു ഉപദ്രവത്തിനും നിൽക്കില്ല.
2 നിമിഷം സരോജിനിയമ്മ ചിന്തിച്ചു നിന്നിട്ട് തിരിഞ്ഞു സുനിതയെ നോക്കി. അവളാകട്ടെ എല്ലാം കേട്ടിരിക്കുന്ന ശ്രീലേഖയുടെ മുഖത്തേക്കാണ് നോക്കിയത്. അവളുടെ തീരുമാനമാണ് അവസാന വാക്യെന്ന് സുനിതയ്ക്കറിയാം. എന്നാൽ ശ്രീലേഖയുടെ മുഖം കണ്ടാൽ അവൾ ഈ ലോകത്തെങ്ങും അല്ലെന്ന് തോന്നിപ്പിക്കുമായിരുന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി കേസ് കൊടുത്ത അവനെപ്പോലൊരുത്തൻ മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ പോലീസുകാർക്ക് മുമ്പിൽ വെച്ച് അവർ പറയുന്നതെല്ലാം അനുസരിച്ചോളാം എന്ന് പറയുകയും എഴുതി ഒപ്പുവയ്ക്കുകയും ഒക്കെ ചെയ്തെന്നിരിക്കും. എന്നാൽ വീട്ടിൽ വരുമ്പോൾ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ ദേഷ്യത്തിന് ഇരട്ടി പകയോടെ ഇവരോട് പെരുമാറിയാലോ? അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റുമോ ഗിരിജമ്മേ? അവൻ പിന്നെയും ഉപദ്രവിച്ചാൽ വീണ്ടും സ്റ്റേഷനിൽ പോകണം. അപ്പോൾ കുറച്ചു മാസം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് പോലീസുകാർ ഉണ്ടാക്കി കൊടുത്തോളും. ജയിൽവാസം കഴിഞ്ഞിറങ്ങി വരുമ്പോഴേക്കും പുല്ലിന് പിടികിട്ടും ഇനി ഒതുങ്ങിയേ പറ്റുകയുള്ളൂ എന്ന്. അവർ തമ്മിൽ അവരുടെ അഭിപ്രായം ഓരോന്നും സരോജിനിയമ്മയ്ക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പിള്ളേരുടെ ചെറിയച്ഛനില്ലേ സരോജിയമ്മേ? എന്താ അയാളുടെ പേര്? ഗോപിനാഥൻ എന്നെങ്ങാണ്ടല്ലേ? നിങ്ങൾ അങ്ങനെ വിളിച്ച് കാര്യം പറയും. ഒന്നെങ്കിൽ അയാൾ വന്ന് ശ്യാമിനുമായിട്ട് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുക്ക്. ഇതിങ്ങനെ അടിയും ചവിട്ടും കൊണ്ടുകൊണ്ട് അവസാനം വാക്കുകേടായി അതിൻ്റെ മർമ്മത്തെങ്ങാനും ചവിട്ടോ തൊഴിയോ കൊണ്ടാൽ നമ്മൾ അന്ന് സങ്കടപ്പെടേണ്ടി വന്നെന്ന് വരും. അവർ തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ ശേഷം അവരെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും മടങ്ങിപ്പോന്നു. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനോട് സുനിതയ്ക്കും താല്പര്യമില്ലായിരുന്നു. ഗോപിയെ നീ വിളിച്ചൊന്ന് വിവരം പറയുമോളെ, കാര്യം അറിഞ്ഞാൽ അവനിങ്ങോട്ട് വരാതിരിക്കില്ല, സരോജിനിയമ്മ സുനിതയോട് പറഞ്ഞു. ഞാനാണ് അമ്മേ ഇതുപോലൊരു കാര്യം പറഞ്ഞ് ചെറിയച്ഛനോട് സഹായം ആവശ്യപ്പെടേണ്ടത്? ചെറിയച്ഛൻ ഫോണിലൂടെ നിൻ്റെ അമ്മയെല്ലോടെ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും? എന്നാൽ നീ അവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. അതോ അതിന് മടിയാണോ ഇനി നിനക്ക്? സരോജിനിയമ്മയ്ക്ക് ദേഷ്യം വന്നു. എനിക്കൊരു മടിയും ഉണ്ടായിട്ടല്ല അമ്മേ. ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം ചെറിയച്ഛനോട് വിളിച്ചു പറയേണ്ടത് ഞാനാണോ? അതും അമ്മ ഇവിടെ ഉള്ളപ്പോൾ? ഗോപിനാഥനോട് കാര്യമെന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് സരോജിനിയമ്മയ്ക്ക് തോന്നി. അമ്മയ്ക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചു തരാം ചെറിയച്ഛനെ. അമ്മ സംസാരിച്ചാൽ മതി. വേണ്ടമ്മേ, അവരുടെ സംസാരം കേട്ടിരുന്ന ശ്രീലേഖ പറഞ്ഞു. വേണം ചേച്ചി, ശശിചേട്ടൻ പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ. നമ്മളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും വരില്ലെന്നൊരു ചിന്തയുണ്ട് ശ്യാമേട്ടന്. അതൊന്ന് മാറ്റി കൊടുക്കണം ചേച്ചി. ചെറിയച്ഛനാവുമ്പോൾ വഴക്കിനോ വക്കാണത്തിനോ ഒന്നും നിൽക്കില്ല. ശ്യാമേട്ടന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ശ്യാമേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞതുപോയ ഒരു വാചകമുണ്ട്. ഞാൻ തിരിച്ചു വരുന്നത് കാത്തിരുന്നോളാൻ പറഞ്ഞേക്ക് അവളോടൊന്ന്. ആരെയെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയേക്കുന്നതെന്ന് ശ്യാമേട്ടന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള മറുപടി കൂടിയായിരിക്കണം ചെറിയച്ഛൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്. ആ രാത്രി തന്നെ ഗോപിനാഥൻ്റെ മൊബൈലിലേക്ക് കോൾ ചെയ്ത ശേഷം സുനിത ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. തുടരും കഥയുടെ അടുത്ത ഭാഗം.